കോളേജിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് പേരുടെ കൂടെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ഒരു സക്സസ്ഫുൾ ആയി എന്നൊരു തോന്നലാണോ ഇപ്പോൾ ഉള്ളത്, അതോ ഓക്കെ പഠിച്ചു റാങ്ക് കിട്ടി എന്നുള്ളതേ ഉള്ളൂ? ഷമ്മി ഹീറോയുടെ ഹീറോ എന്ന് പറയുന്ന പോലെ നമുക്കിവിടെ ഒരു ഹീറോയേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കോളേജിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് പേരുടെ കൂടെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. യൂണിവേഴ്സിറ്റി റിസൾട്ട്സ് വന്ന് റാങ്ക് ഹോൾഡേഴ്സ് ആയതിനു ശേഷം ഹൗ ഹാസ് യുവർ ലൈഫ് ചേഞ്ച്ഡ്? വലിയ ചേഞ്ച് ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് ഐ എം റിയലി ഹാപ്പി. റാങ്ക് ഈസ് നോട്ട് ആൻ അൾട്ടിമേറ്റ് തിങ്. റാങ്ക് ഡെഫിനറ്റ്ലി ഒരു മൈൽ സ്റ്റോൺ ആണ് തീർച്ചയായിട്ടും. ഇറ്റ് മേഡ് ബി എ ലോട്ട് മോർ കോൺഫിഡൻറ്റ് ആൻഡ് എനിക്ക് ഇതേ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നു ഈ ഒരു റാങ്ക്. മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള സമീപനം ഒന്ന് മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരത്തെ മിണ്ടാതിരുന്നവരും മൈൻഡ് ചെയ്യാത്തവരും ഒക്കെ വന്ന് മൈൻഡ് ചെയ്യുന്നു, പുതിയൊരു സ്നേഹം കാണിക്കുന്നു, എല്ലായിടത്തും ഒരു അപ്രീസിയേഷൻ കിട്ടുന്നു, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല? ഒരു വ്യത്യാസം വന്നിട്ടില്ല? അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് അറിയാത്തവർ പോലും മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ചില നമ്പറൊന്നും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതിനേക്കാൾ കൂടുതൽ പേരൻസ് ഹാപ്പിയായി. അവർ മറ്റുള്ളവരോട് അത് പറയുന്നത് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ മാറിയിട്ട് ഇപ്പം അവരെ പ്രൗഡാക്കി എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിക്കുന്നത്. സോ ആ ഒരു പ്രൗഡ് ഫീലിംഗ് നിങ്ങളുടെയും ഉള്ളിൽ കാണും അല്ലേ? സോ ഇപ്പോൾ ഓക്കെ, ഒരു സക്സസ്ഫുൾ ആയി എന്നൊരു തോന്നലാണോ ഇപ്പോൾ ഉള്ളത്, അതോ ഓക്കെ പഠിച്ചു റാങ്ക് കിട്ടി എന്നുള്ളതേ ഉള്ളൂ? നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ ഓഫ് സക്സസ് എന്താ? ഓക്കെ, ഇപ്പോൾ ഒരു റാങ്ക് കിട്ടിയത് കൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആയി എന്നൊരു ചിന്തയാണോ, അതോ ഇനിയും എന്തൊക്കെയോ കിട്ടാനുണ്ട് ലൈഫിൽ എന്നാണോ? റാങ്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ സക്സസ് ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ കുറച്ച് കോൺഫിഡൻസ് വന്ന പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇട്ട എഫേർട്സിന് കുറച്ച് റെക്കഗ്നേഷൻ കിട്ടി, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു സക്സസിന്റെ ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താന്ന് ചോദിച്ചാൽ, സോഫാർ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഇത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ എന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? ഒരു സീക്രട്ട് ചേരുവകൾ നിങ്ങളുടെ സ്വന്തമായിട്ട്? ഡെയിലി ഉള്ള വർക്ക് അന്നന്ന് തീർത്തു പോവുകയാണെങ്കിൽ അത്രയും ബർഡൻ കുറയും. അപ്പം വേറൊരു ദിവസം പഠിക്കാനുള്ളത് കൂട്ടി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സംഭവം ബർഡൻ കുറെ വരികയല്ലോ, അത് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണോ മോൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്? അങ്ങനെ സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ വെച്ച് അങ്ങനെയൊന്നുമില്ല. ഡെയിലി പഠിക്കാൻ കിട്ടുന്നത് അത് നമ്മൾ ഡെയിലി തന്നെ പഠിച്ചു പോവാം. അപ്പം പിറ്റേ ദിവസം ഉള്ളത് തലേ ദിവസത്തെയും കൂടി പഠിക്കുക, അങ്ങനെയുള്ള ഇത് വന്നിട്ടില്ല. ഓക്കെ, അത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എഫേർട്ട് എന്താണെങ്കിലും എടുത്തിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ആ എഫേർട്സിനൊക്കെ ഒരു ഫലം കിട്ടുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരുന്ന ഒരു ഫീലിംഗ് എന്താ? സന്തോഷാണോ, ആശ്വാസമാണോ? എന്തായിരുന്നു ഇങ്ങനെ റാങ്ക് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് കെയിം ടു യുവർ മൈൻഡ്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. വൈകുന്നേരം എല്ലാ റാങ്ക് ഹോൾഡേഴ്സും വരുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല, എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. ശരിക്കും പ്രതീക്ഷിച്ചില്ലായിരുന്നു മിസ്സേ. അപ്പം എൽസാമിസ് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കുമാണ്, ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അപ്പം അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൽസാമിസ് വിളിക്കുന്നത്. അപ്പം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ മിസ്സിനോട് ചോദിച്ചു, ഇത് യൂണിവേഴ്സിറ്റിൻ്റെ റാങ്ക് തന്നെയാണ് വന്നേക്കുന്നതെന്ന് മിസ്സിനോട് ചോദിച്ചു. അപ്പം പെട്ടെന്ന് സന്തോഷം ഉണ്ടായി. വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരാണെങ്കിലും സന്തോഷം, ഹാപ്പി. പക്ഷെ ഇവിടെ ചിലരുണ്ട്, എല്ലാവരും കുറച്ച് എഫേർട്ട് എടുത്തിട്ടൊക്കെ ആയിരിക്കും റാങ്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ചിലര് ജയിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് റാങ്ക് കിട്ടിയ ചിലരുണ്ട് ഇവിടെ. എങ്ങനെ ജയിച്ചല്ലോ, ആശ്വാസം, ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് റാങ്ക് കിട്ടിയപ്പോൾ മറ്റേ കാനായിലെ അത്ഭുതത്തിന് ശേഷം നടന്ന ഒരു അത്ഭുതമാണ് ഇവിടെ ചിലർക്ക് കിട്ടിയ ഒരു റാങ്ക്. അത് അത്ഭുത പ്രവൃത്തി കൊണ്ട് മാത്രം കിട്ടിയ റാങ്കാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ആണെങ്കിൽ എന്താ മോളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി, ഒരു സെൻസ് ഓഫ് പേർപ്പസ്, അതിനൊക്കെ ഒരു റോൾ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരെ വെച്ച് എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു വിശ്വാസം മറ്റുള്ള മേലെ അടിച്ചേൽപ്പിക്കുകയോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഞാൻ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അക്കാഡമിക്സിന്റെ കൂടെ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം പഠിച്ചിട്ട് കിട്ടുന്ന മാർക്ക് അത് ഓക്കെ, അത് പഠിച്ചിട്ട് മാർക്ക് കിട്ടി, പക്ഷെ നമുക്കൊരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആവാൻ പറ്റുന്നിടത്തും ഒരു ഇതുണ്ട്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്നിടത്താണല്ലോ ശരിക്കുള്ള വിദ്യാഭ്യാസം വരുന്നത്.
ഭയങ്കര ഡയലോഗൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? മനുഷ്യനെ കാണാൻ നിങ്ങൾക്കൊക്കെ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല, പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളാരും അങ്ങനെ, എനിക്ക് നിങ്ങളെ അറിയാവുന്നത് വെച്ച് ആരും ഭയങ്കര ഒരു ബുക്ക് വേംസ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പഠിപ്പിസ്റ്റ് എന്ന് പറയുന്ന പിള്ളേരായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഈ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിലോ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസിലോ തന്നെയാണ് നിങ്ങളെ മെജോറിറ്റി ആളുകളെയും ഞാൻ ആദ്യമായിട്ട് കാണുക. കാരണം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതെന്ന് പറയുന്ന 1-2 പേര് ഒഴിച്ചാൽ പിന്നെ മേ ബി ഓപ്പൺ കോഴ്സ് ക്ലാസ്സിലോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ വളരെ കൂളായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകുന്ന കുട്ടികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആ ഒരു ഗ്രൂമിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു കോൺഷ്യസ് ചോയ്സ് ആയിരുന്നോ, അതോ ചെറുപ്പം മുതലേ നിങ്ങളെ ആരെങ്കിലും അതിനൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു ജേർണി? ലൈക്ക് അക്കാഡമിക്സും നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ഓർ ഈവൻ എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു പാട്ടൊക്കെ എങ്ങനെയാണ്? ഹൗ ഡു യു ബാലൻസ് എവറിത്തിങ്? ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു ഞാൻ. എനിക്ക് ഒരിക്കലും പഠിത്തം മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി വെരി ബോറിങ്, TDS എന്ന് തന്നെ പറയാം. എൻ്റെ പേരൻസ് പണ്ട് മുതലേ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയും അച്ഛയൊക്കെ എൻ്റെ ബുക്കിൽ എൻ്റെ ടേബിളിൽ കാഷ്വലായിട്ട് ബുക്ക് വെച്ചിട്ട് പോകും. ടു യു ബൈ മോം അല്ലെങ്കിൽ ബൈ അച്ഛ അമ്മ എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകും. വായിക്കണം എന്നല്ല, ഇങ്ങനെ കാഷ്വലായിട്ട് സ്ലിപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മൾ ക്യൂരിയോസിറ്റി കാരണം വായിക്കും. അങ്ങനെ എൻ്റെ റീഡിങ് ഹാബിറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. പിന്നെ പണ്ട് മുതലേ ഞാൻ റെസിറ്റേഷൻസ് സ്പീച്ചസിനൊക്കെ പോകും. അതാ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, അതെൻ്റെ പാഷൻ. അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ലിറ്ററേച്ചർ എടുക്കാനുള്ള റീസൺ അത് തന്നെയാണ്. ഐ വാസ് മെന്റ് ടു ടേക്ക് ഇറ്റ്. നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ജോലി സാധ്യത നോക്കണം. പക്ഷെ അത് മാത്രം നോക്കി നമ്മൾ ചൂസ് ചെയ്താൽ ഭയങ്കര മെക്കാനിക്കലായി പോകും. അപ്പോൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് MA എടുത്തിട്ട് എനിക്കൊരു ടീച്ചർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ പാഷൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അത് നല്ലൊരു ജോബ് തന്നെയാണ്. ടീച്ചിങ് എപ്പോഴും റെലവൻ്റ് ആയിരിക്കും. AI എത്ര നമ്മുടെ ലൈഫിൽ കടന്നു കയറി എന്ന് പറഞ്ഞാലും ടീച്ചിങ്ങിൻ്റെ റെലവൻസ് ഒരിക്കലും പോവില്ല. അക്കാഡമിക്സ് വിൽ ഓൾവേസ് സ്റ്റേ റെലവൻറ്റ്, എസ്പെഷ്യലി ഹ്യൂമാനിറ്റീസ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തോട്ട്. ഇപ്പോൾ AI പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു ലോകമില്ലാതെയാണല്ലോ നമ്മൾ ജീവിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം ലൈക്ക് ഫോണൊന്നും കംപ്ലീറ്റ്ലി മാറ്റി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു ലൈഫൊന്നും ആർക്കും പോസിബിൾ ആവില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ടൂളാണോ അതോ ഒരു ഡിസ്ട്രാക്ഷൻ ആണോ? ഹൗ ഡു യു മേക്ക് യൂസ് ഓഫ് ദ സോ കോൾഡ് ടെക്നോളജി ഫോർ യുവർ സക്സസ്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് എപ്പോഴും. എൻ്റെ ഒരു ദിവസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ഞാൻ ഫോണിനകത്താണ്. അപ്പം 90% സമയവും ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് റാങ്ക് കിട്ടുക എന്ന് പറയുന്ന പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പം ഞാനത് ഉപയോഗിക്കുന്നത് ടൂളായിട്ടാണ്. അപ്പം നമ്മൾ ആ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ നമ്മൾ വിവേകപൂർവ്വം നമ്മൾ ആ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ്സിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, ഇപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാവാൻ ഈ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി മേ ബി ലൈറ്റായിട്ട് ഒരു പാവപ്പെട്ട ആൾക്ക് മനസ്സിലാവാനാണെങ്കിൽ മോൾ എങ്ങനെ പറയും അതിന്? ലൈക്ക് വാട്ട് വെയർ യുവർ സ്ട്രാറ്റജീസ് ഫോർ ദാറ്റ്? നമ്മളൊരു പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തെറ്റേതാ ശരി ഏതാ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പം സാധാരണ ഉപയോഗിക്കുമ്പോൾ തന്നെ തെറ്റുകൾ നമ്മൾ കാണും. അപ്പോൾ അത് തെറ്റാന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് ഉപേക്ഷിക്കുമ്പോഴത്തേക്കിനും തന്നെ നമ്മളവിടെ വിജയിക്കുക. അത് നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പോൾ അങ്ങനെ വയസ്സായിട്ട് ഉപയോഗിക്കുക. വയസ്സായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എവിടെയായിരുന്നാലും വി ഹാവ് എംപ്റ്റി ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ അല്ലേ? അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് എല്ലാം നമ്മളുടെ ഒരു ഫേവറിനാക്കുക. തെറ്റുകളൊക്കെ പറ്റിയാലും ഹൗ ക്യാൻ വി ഇംപ്രൂവ് എവറി ഡേ എന്നുള്ളതിനൊരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത വരാറുണ്ടോ, എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടല്ലോ ഇന്ന കാര്യത്തിൽ എന്ന്? മറ്റുള്ള ഒരാൾ നിങ്ങളെ പുഷ് ചെയ്തിട്ടാണോ നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുള്ളത്? അതോ നിങ്ങൾ തന്നെ കുറച്ചൊരു സെൽഫ് അവെയർനെസ്സിനും സെൽഫ് റിഫ്ലക്ഷനും ഒക്കെ ടൈം കണ്ടെത്താറുണ്ടോ? ഇപ്പോൾ മേ ബി 3 years ബാക്കിൽ നിന്നും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഓക്കെ ഐ ഹാവ് ഇംപ്രൂവ്ഡ് എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേഖലകളുണ്ടോ? സ്പീക്കിംഗ് സ്കിൽസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. ഞാനിവിടെ പല കോമ്പറ്റീഷൻസിനും പോയി. ഇത് എന്നെ തന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറയണല്ല, കേൾക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പണ്ട് സ്റ്റേജ് ഫൈറ്റ് ഉള്ള ആളായിരുന്നു, വളരെ ഷൈ ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ സ്റ്റേജിൽ കയറി ഞാനിത് റിഫൈൻ ചെയ്തെടുത്തു. ഇപ്പം എവിടെ പോയാലും എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 കൊല്ലം കൊണ്ട് എൻ്റെ സ്പീക്കിംഗ് സ്കിൽസ് എനിക്ക് കുറച്ചുകൂടിയും റിഫൈൻ ചെയ്യാൻ പറ്റി. പിന്നെ പല ഒറേറ്ററി ക്ലബിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ എഫക്റ്റ് എൻ്റെ ഒരു പേഴ്സണാലിറ്റിയിലും വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഏറ്റവും കൂടുതൽ സൈലൻ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ പാരൻസ് ആണ്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങളുടെ പാരൻസ് എന്നല്ല ഞാൻ ജനറലി ചോദിക്കുകയാണ്, പാരൻസ് കുട്ടികളെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ അവർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്,
ദാറ്റ് മേ ഹെൽപ്പ് ദ സ്റ്റുഡൻസ്, ദാറ്റ് മേ ഹെൽപ്പ് യുവർ പിയേഴ്സ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നൊന്നും ഇല്ല കേട്ടോ, ഇനി വീട്ടിൽ ചെന്ന് കയറാനുള്ളതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. മേ ബി നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിൽ നിന്നോ അങ്ങനെ ആർക്കെങ്കിലും ആ അച്ഛൻ അല്ലെങ്കിൽ ആ അമ്മ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നല്ലതായനല്ലോ, ആ കുട്ടിയുടെ ഭാവി കുറച്ചുകൂടി സ്മൂത്ത് ആയനല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പം നമുക്ക് +2 ഒക്കെ കഴിഞ്ഞ് ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും പറയും നഴ്സിങ്ങിന് പോയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഭാവിനെ കുറിച്ച് അവർ എപ്പോഴും ബോധഡ് ആയിരിക്കും. പക്ഷേ അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യുമ്പോഴായിരിക്കും ആ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മജോറിറ്റി ഓഫ് ദി പ്രോബ്ലം തന്നെ ഇല്ലാണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ആ കോഴ്സ് പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ ചിലപ്പോൾ ചോര ഉണ്ടായ താഴെ വരുന്ന കുട്ടികളുണ്ട്, എന്നാലും നിർബന്ധിക്കും. കാരണം അത് പഠിച്ചു കഴിഞ്ഞാലേ ഭാവി ഉള്ളൂ, അങ്ങനെ ഒരു സംഭവം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുക. അത് പണ്ടത്തെ കാലമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒത്തിരിയേറെ കോഴ്സുകൾ ഇറങ്ങുന്നുണ്ട്, ഒത്തിരിയേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കതേക്കുറിച്ച് അറിയത്തില്ല. പണ്ടുള്ളവർ പറയുന്ന അനുസരിച്ച് ഇന്ന ജോലികളെ ഉള്ളൂ, നമ്മൾ അത് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് അതിൽ മാത്രം ആയിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പം കാലം മാറി. അപ്പൊ അതനുസരിച്ച് പേരൻസ് കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. കുട്ടികളുടെ ഒപ്പീനിയനും കൂടി ഒരു ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക, അവരെ കൺസിഡർ ചെയ്യുക. ആൻഡ് ഇഫ് ദേ ആർ റോങ് ദേ ക്യാൻ കറക്റ്റ് അല്ലേ? ഓക്കെ. ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ ഷമ്മി ഹീറോയുടെ ഹീറോ എന്ന് പറയുന്ന പോലെ നമുക്കിവിടെ ഒരു ഹീറോയേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഹീറോയ്ക്ക് എന്താ പറയാനുള്ളത്? ഹീറോയുടെ ഒരു ലൈഫിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിളുള്ള ആളാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഹൗ ഹാവ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്ഡ് യു, ഷേപ്ഡ് യുവർ ജേർണി എന്ന് പറയുമ്പോഴത്തേനും ഞാൻ +1 കാലഘട്ടത്തിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു ശരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏകദേശം, പക്ഷെ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ +1 എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു കാലഘട്ടത്തിൽ ഓൾറെഡി കോവിഡിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞങ്ങൾ കുറച്ച് ബാച്ച് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു, ബാച്ച് വൈസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അത് കാരണം കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, നാട്ടുകാർ പറയുന്നത്. കാരണം എന്റെ കൂട്ടത്തിൽ പഠിച്ചാണ് ഏഞ്ചല്, പ്രണവ് ഒക്കെ അവർ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അവരായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചിട്ടൊന്നും ഇല്ല. കണ്ടിട്ടുണ്ട്, ബട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. ഏഞ്ചലൊക്കെ ആയിട്ടാണെങ്കിലും കാണും, പക്ഷെ സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നീട് കമ്പനി ആയത്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങള് 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതില് 3 ബോയ്സ് 5 ഗേൾസ് ആണ്. അങ്ങനെ വന്നപ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമല്ലേ? ഗേൾസ് 5 പേര് ബുദ്ധിമുട്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനാണെങ്കിൽ അങ്ങനെ ഗേൾസുമായിട്ട് വലിയ കമ്പനി ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ്. അപ്പൊ അത് കാരണം എങ്ങനെയാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നോ എങ്ങനെ പെരുമാറണമെന്നോ എനിക്കൊരു ധാരണയില്ല. അപ്പൊ അത് കാരണം 5 ഗേൾസും ഞങ്ങൾ 3 പേര് ബോയ്സ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ബുദ്ധിമുട്ടായി. സഹിച്ചു. അത് പക്ഷെ സഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് കുറച്ച് കഴിഞ്ഞപ്പോ അത് മാറ്റിയെടുത്തു. അവര് ഭയങ്കരമായിട്ട് കമ്പനി ആയിരുന്നു. അപ്പൊ അവര് തന്നെ എന്റെ കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവരതനുസരിച്ച് എന്നോട് പെരുമാറാൻ ശ്രമിച്ചപ്പോ എനിക്കത് കുറെ കൂടി അവരുമായിട്ട് കുറെ കൂടി കമ്പനി ആകാൻ സാധിച്ചു. അപ്പൊ അതിന് മുമ്പുള്ള അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോ 8 പേരായത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കൂടുതൽ സമയം കിട്ടും. ഇതിന് മുമ്പെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കൂടുതൽ ബോയ്സ് ഉള്ള സ്ഥലങ്ങളിലാകുമ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോകും, ഒരു ഗ്യാങ് ആയിട്ട് അങ്ങ് പോകും. ഇവിടെ സ്റ്റേജിൽ വരെ കയറി ലാലേട്ടനെയൊക്കെ ഇനാക്ട് ചെയ്ത് സ്റ്റേജിൽ കയറിയ രംഗങ്ങളൊക്കെ അത് നിവർത്തിയില്ല ചെയ്തതാണ്. പക്ഷെ നല്ലായിരുന്നു, പക്ഷെ നല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും പിന്നെ ഒരു കുളിരൊക്കെ തോന്നിയില്ലേ? സന്തോഷം, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ടല്ലേ എന്നിങ്ങനെ തോന്നി തുടങ്ങി. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഞാൻ ഉത്സല കയറ്റിയത്. വേറെ നിവർത്തിയില്ലാതെ കയറി പോണതാണ്, ഇവരല്ലാതെ വിടത്തില്ല. അങ്ങനെ കയറിയതാണ്. അങ്ങനെ ഒരുപാട് 1, 2, 3 പരിപാടികളിലൊക്കെ ഞാൻ കയറി. ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ സഹായിച്ചു. ഞാൻ ആലോചിക്കുമ്പോ ആ ഒരു ടൈമിൽ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആളുകൾ വന്നിട്ട് നല്ലതായിരുന്നടാ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേനും അത് എന്തുകൊണ്ട് നന്നായി, അവര് കാരണമാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. ഒരുപാട് കാര്യങ്ങൾ എന്നിൽ മാറ്റം വന്നു. അപ്പൊ ശരിക്കും ഒരു കുറെ കാര്യങ്ങൾ എന്നെ നന്നായിട്ട് നല്ലവനാക്കി തീർക്കാനായിട്ട് ശ്രമിച്ചു. അത് കുറെയൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞാൻ കുറെയൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പൊ ജനറലി നമ്മൾ പറയുന്നതായിട്ട് കേൾക്കുന്ന ഒരു പഴിയാണ്, ഒരു കാര്യത്തെ പറ്റി ഒരു ചിന്തയില്ല, ഒരു ലക്ഷ്യമില്ല, ഒരു ബോധമില്ല, എങ്ങനെ അങ്ങ് പോകുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ നിങ്ങളെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്? നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആവേണ്ടത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ അതിനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാബിറ്റ്സോ റൂട്ടീൻസോ ഒക്കെ നിങ്ങളെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒക്കെ സ്റ്റേ അലൈവ് എന്നുള്ള രീതിയിലേക്കൊന്ന് നിങ്ങളെ ഗ്രൂം ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് ഓർ റൂട്ടീൻസ്, എന്തെങ്കിലും ടിപ്സ്? ഹാബിറ്റ്സ് എന്നൊന്നും പറയാൻ അങ്ങനെയൊന്നുമല്ല.
ഉറപ്പായിട്ടും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ തന്നെയാണ് നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ആക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ വന്നിട്ടൊക്കെ തന്നെയാണെങ്കിലും സത്യം പറഞ്ഞ അപ്പം എക്കണോമിക്സ് ആണ്. അപ്പം എനിക്ക് വലിയ അറിവുള്ള സബ്ജക്ട് ആയിരുന്നില്ല. ഞാൻ പ്ലസ് ടു ഏതായിരുന്നു? സയൻസ് ആയിരുന്നു. സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2 വർഷം ബ്രേക്ക് കൂടെ എടുത്തിട്ടാണ്. പ്ലസ് ടു സയൻസ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് റാങ്ക് അതെ. ഹോൾഡർ. ഗ്രേറ്റ് അച്ചീവ്മെന്റ് കേട്ടോ. അതെ, അപ്പൊ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം തുടക്കത്തിലാണെങ്കിൽ എനിക്ക് എക്കണോമിക്സ് തന്നെ ആകെ സാമ്പത്തിക ശാസ്ത്രം എന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഒന്നും അറിയത്തില്ല, വന്നപ്പോ ഒന്നും അറിയത്തില്ല. ഞാൻ കുറെ കാലം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ സപ്ലൈയുടെ ലിസ്റ്റാണ് കയറിയത്. അപ്പൊ ഇവരൊക്കെ നേരത്തെ തന്നെ കൂട്ടൊക്കെ ആയിട്ടിരുന്നു. അപ്പൊ അതും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ലോ ഓഫ് ഡിമാൻഡ്. അത് കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. പക്ഷെ അതുപോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത്ര പോലും എനിക്ക് അതിനെ കുറിച്ച് അറിവില്ലായിരുന്നു. അപ്പം അതിനെനിക്ക് എംബോസ്റ്റം വരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മധുര പ്രതികാരമായില്ലേ? കുഴപ്പമില്ല, സന്തോഷമുണ്ട്. സന്തോഷം. അത് മതി. അതെല്ലാം കൊണ്ട് അവിടുന്ന് ഇവിടം വരെ എത്തിയെന്ന് ആലോചിക്കുമ്പോ ഒരു എന്താണ് അവിടുന്ന് വരുമ്പോഴേ എത്തി. വീട്ടിൽ നിന്ന് കോളേജ് വരെയുള്ള വഴിയിലൊക്കെ ധാരാളം ഫ്ലെക്സുകളുണ്ട്. സന്തോഷമാണ്. അപ്പം മോട്ടിവേറ്റഡ് ആയിരിക്കാൻ ഇത് തന്നെയാണ്. ഫ്രണ്ട്സ് ആണ് കൂടുതലും, ഇവിടെയുള്ള ഫ്രണ്ട്സ് പിന്നെ ഫാമിലി. അത് തന്നെയാണ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാലും നമുക്കറിയാലോ നമ്മുടെ പ്രശ്നം എവിടെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ചാലേ നമുക്ക് കിട്ടൂ എന്നുള്ളതിന്റെ ഒരു നമ്മുടെ മനസ്സിലൊരു ബോധം ഉണ്ടല്ലോ. മോള് ഒത്തിരി ടീച്ചേഴ്സിനോട് വളരെ അടുപ്പമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ റെസ്പെക്റ്റും അവര് പറയുന്നതൊക്കെ കേട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ട്. മോളുടെ ലൈഫിൽ എങ്ങനെയാണ് ടീച്ചേഴ്സ് മോളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? കോളേജിലാണെങ്കിൽ ടീച്ചേഴ്സ് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്. ലൈക്ക് സ്കൂളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്കൂളിൽ നമുക്കിപ്പം ഒരു ഡൗട്ട് ചോദിക്കാൻ പോലും കുറച്ചൊരു ഹെസിറ്റേഷൻ ആണ്. ലൈക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ കോളേജിൽ വരുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആവും. ലൈക്ക് ടീച്ചേഴ്സ് കുറച്ചുകൂടി സ്റ്റുഡൻസുമായിട്ട് കമ്പനി ആവും. അവരങ്ങനെയാണ്, കുറച്ച് ഫ്രീ ആണ്. സോ അപ്പൊ നമുക്കും ആ ഒരു പ്രശ്നമില്ല ലൈക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുമായിരിക്കും മേ ബി ചോദിക്കാനായിട്ട് അല്ലെ, ക്ലാരിറ്റി മേടിക്കാൻ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലല്ലാതെ മോളുടെ ഒരു എന്താണ് ദ ബെസ്റ്റ് മെമ്മറി, ബെസ്റ്റ് ഹാപ്പി മെമ്മറി? ട്രിപ്പ്, കോളേജ് ട്രിപ്പ് ഒക്കെ നല്ലതായിരുന്നു. അതാണ് മെയിൻ. പിന്നെ ഏതെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോഴൊക്കെ കൊച്ചു കുട്ടികൾ പോലും ഇപ്പം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നവരാണല്ലോ. പണ്ടൊക്കെ കുറെ ജോലിയിലൊക്കെ ആയതിനു ശേഷമൊക്കെയാണ് ആ വാക്കുകളൊക്കെ പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഒഴിഞ്ഞിട്ടൊരു നേരെയില്ല. അപ്പോൾ നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്കും ഇങ്ങനെ പറയുന്ന സോക്കോൾ ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്? എന്തായിരുന്നു നിങ്ങളുടെ ഒരു സ്ട്രാറ്റജീസ്? സ്ട്രെസ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അതിപ്പം റെക്കോർഡ്സ് എഴുതുന്ന കാര്യമാണെങ്കിലും എക്സാംസിന്റെ കാര്യമൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മ്യൂസിക് കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് ടീച്ചേഴ്സിനോട് പറയുമ്പോൾ അവർ പറയും പ്രശ്നമൊക്കെ ഉണ്ട, കൂളായിട്ട് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂളാവാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, സോ മ്യൂസിക് ആണ് ഒരു വൺ ഗോ ടു എന്ന് പറയുന്നത് നിങ്ങളുടെ? അതുപോലെ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ക്രാഫ്റ്റ് വർക്ക്സ് പണ്ടേ ചെയ്യുമായിരുന്നോ അതോ? പണ്ടേ ചെയ്യുമായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ സ്കിൽ ഡേക്കൊക്കെ എക്സിബിഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ മോള്? ഒന്നും പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ല? 4 പേര് അറിയുന്നത് താല്പര്യമില്ല? പോപ്പുലാരിറ്റി ഇഷ്ടമില്ല? അത് ഞാൻ അറിയുന്നത് തന്നെ തലേദിവസമായിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു ഈ അതുല്യയുടെ ഒക്കെ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്റെ വരാന്തയിൽ ഇപ്പോഴും ഉണ്ട്. അത് അറിയാണ്ട് വന്നു പോയതാ മിസ്. ഓക്കെ, ആ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഭംഗിയായിട്ട്.